നമസ്കാരം. സൂപ്പർ സ്റ്റാർ ലാലേട്ടൻ, ഏത് നമ്മുടെ മോഹൻലാൽ ചാണകം ചവിട്ടാൻ എന്തായാലും തീരുമാനിച്ചിട്ടില്ല എന്നതാ ഉറപ്പിച്ചു കഴിഞ്ഞു. അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന് നേരിട്ട് ക്ഷണം ലഭിച്ചതാണ്. പക്ഷേ മോഹൻലാൽ ഇതൊരു രാഷ്ട്രീയ പരിപാടിയാണെന്നും ഇത് സംഘികൾ കേവലം ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി കളിക്കുന്ന നാറിയ പൊളിറ്റിക്സ് ആണെന്നും എന്തായാലും ലാലേട്ടന് മനസ്സിലായി. അതുകൊണ്ട് മോഹൻലാൽ ആ ക്ഷണം സ്വീകരിച്ച് അങ്ങോട്ട് പോകാൻ തയ്യാറായില്ല. അത് സംഘികളെ വല്ലാത്ത രീതിയിൽ ചൊടിപ്പിച്ചിരിക്കുകയാണ്. നാളെ കഴിഞ്ഞ് സൂപ്പർ സ്റ്റാർ മോഹൻലാലിന്റെ ലിജോ ജോസ് പെല്ലിശ്ശേരി ചിത്രം മലൈക്കോട്ടെ വാലിബൻ ഇറങ്ങുകയാണ്. എന്നാൽ പിന്നെ ഈ സിനിമയ്ക്കെതിരെ രംഗത്തിറങ്ങി കളയാം എന്നാണ് സംഘികൾ. വല്ലാത്ത രീതിയിൽ ചാണകം വാരി എറിയാണ്. എങ്ങനെയാണെന്ന് അറിയണ്ടേ? നീ കണ്ടോളാ, ശ്രീരാമന്റെ കോപം ഉണ്ടാവും. ഈ പടം വെട്ടുകല്ലേ പൊട്ടിപ്പോവും. അപ്പോൾ അതേ വേറൊരു ഏജ് അംബിക എന്ന് പറയുന്ന ഒരു സംഘി എഴുത്തുകാരി ഫേസ്ബുക്കിൽ കൊടുക്കുകയാണ്, ഞാനിനി പൈസ കൊടുത്ത് മോഹൻലാലിന്റെ ഒരു സിനിമയും കാണൂല, ഈ സിനിമ എട്ടുകലെ പൊട്ടും, രാംലല്ലയാണ് സത്യം എന്നൊക്കെ പറഞ്ഞ് വല്ലാത്ത രീതിയിലുള്ള ഗീർവാണമടിയാണ്. ഉറപ്പായിട്ടും ശ്രീരാമൻ ഈ പടത്തിന് എട്ടുകലെ പൊട്ടിക്കും എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും സംഘികൾ ഈ സിനിമയെ ആക്രമിക്കാൻ, സംഘികൾ ഈ സിനിമയെ നശിപ്പിക്കാൻ രംഗത്തേക്ക് ഇറങ്ങിയ സ്ഥിതിക്ക് എന്തായാലും ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ മോഹൻലാൽ ചിത്രമായിട്ടുള്ള ഈ മലൈക്കോട്ടെ വാലിബൻ 100 കോടി ക്ലബിലൊന്നുമല്ല, ഒരുപക്ഷെ 1000 കോടി ക്ലബിൽ കയറാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്നൊക്കെ ഇത്തരത്തിൽ വർഗീയവാദികളായിട്ടുള്ള സംഘികൾ ഈ സിനിമാ മേഖലയെ അല്ലെങ്കിൽ സിനിമയെ തകർക്കാൻ രംഗത്തേക്ക് വന്നിട്ടുണ്ടോ, ഏതെങ്കിലും സിനിമയെ ആക്രമിക്കാൻ വേണ്ടി രംഗത്തേക്ക് വന്നിട്ടുണ്ടോ, ആ സിനിമയൊക്കെ വമ്പൻ ഹിറ്റായി മാറിയിട്ടുണ്ട്. ഒരു തവണ പത്മാവത് എന്ന് പറയുന്ന സിനിമയ്ക്കെതിരെ രംഗത്തേക്ക് വന്നു. ആ സിനിമ 1000 കോടി ക്ലബിൽ കയറി. അതുപോലെ തന്നെ കത്തി എന്ന് പറയുന്ന ഒരു സിനിമയ്ക്കെതിരെ രംഗത്ത് വന്നു. ആ സിനിമ സൂപ്പർ ഹിറ്റായിരുന്നു. 200 കോടി ക്ലബും കഴിഞ്ഞ് അത് വല്ലാത്ത രീതിയിലുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ ഉണ്ടാക്കി. അങ്ങനെ എടുത്തു നോക്കിയാൽ ഇവർ ഈ കൊടിയും പിടിച്ച് അല്ലെങ്കിൽ സൈബർ ഇടങ്ങളിൽ ഇങ്ങനെ ആക്രമിച്ച് നശിപ്പിക്കാൻ വേണ്ടി രംഗത്തേക്ക് ഇറങ്ങിയിട്ടുള്ള എല്ലാ സിനിമകളും തന്നെ വമ്പൻ ഹിറ്റായി മാറിയിട്ടുണ്ട്. പിന്നെ ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു ശാഖ സ്റ്റാർ ഉണ്ടല്ലോ ഉണ്ണി മുകുന്ദൻ, ഞങ്ങളുടെ ഉണ്ണി മുകുന്ദനെ കണ്ട് പഠിക്കട എന്നാണ് ഈ സംഘികൾ തുപ്പുന്ന പ്രത്യേക രീതിയിലുള്ള ഒരു ചാണക ന്യായീകരണ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. ഉണ്ണി മുകുന്ദനെ പറ്റി നമുക്കറിയാം. ഉണ്ണി മുകുന്ദൻ എവിടെയാണ് ജനിച്ചത്? ഗുജറാത്തിലാണ്. ഉണ്ണി മുകുന്ദൻ ഈ കണ്ട് ശീലിച്ചതും ഈ പറയുന്ന ഉണ്ണി മുകുന്ദന്റെ ഏറ്റവും വലിയ ഫാൻ എന്ന് പറയുന്നതും സംഘികളാണ്. അതുകൊണ്ട് ഇത്തരത്തിൽ ഈ ഗുജറാത്ത് മോഡലൊക്കെ കണ്ട് ഇമാതിരി സംഘികളൊക്കെ കണ്ട് വളർന്ന ഈ ഉണ്ണി മുകുന്ദൻ ഇതല്ല ഇതിനപ്പുറമൊക്കെ കാണിച്ചാലും അതിശയിക്കാനൊന്നുമില്ല. ഈ പറയുന്ന കുക്കി സ്ത്രീകളെ നഗ്നരാക്കി നടത്തിയ വിഷയത്തിലോ അല്ലെങ്കിൽ മണിപ്പൂർ വിഷയത്തിലോ കർഷകർക്കെതിരെ ഈ കാണിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ അവഗണനക്കെതിരെയോ ഒന്നും ഒരക്ഷരം മിണ്ടാത്ത സംഘികൾക്ക് മുമ്പിൽ ഇങ്ങനെ തൊഴുതു നിൽക്കുന്ന എന്തായാലും സംഘി സ്റ്റാർ ഉണ്ണി മുകുന്ദനെയൊപ്പം എന്തായാലും മോഹൻലാൽ എന്ന് പറയുന്ന നടനെ ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ലാലേട്ടന് നല്ല രീതിയിലുള്ള നട്ടലുണ്ടെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് എന്താണ് ചാണകമെന്നും ചാണകം ചവിട്ടിയാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നും ഈ ചാണക രാഷ്ട്രീയം എന്താണെന്നും ഒക്കെ അദ്ദേഹത്തിന് നന്നായി അറിയാം. മാത്രമല്ല, നിങ്ങൾ 4-5 പേര് അല്ലെങ്കിൽ കുറച്ച് ആളുകൾ മോഹൻലാലിനെതിരെ ഇങ്ങനെ വിഷം തുപ്പിയിട്ടുണ്ടെങ്കിൽ, കൊടിയ വിഷം വാരി വിതറിയിട്ടുണ്ടെങ്കിൽ, ഒരൊറ്റ നിമിഷം കൊണ്ട് ഇല്ലാതായി പോകുന്ന ഒരു സ്റ്റാറാണ് മോഹൻലാൽ എന്ന് വല്ല ധാരണയുണ്ടെങ്കിൽ, എൻ്റെ പൊന്നു മക്കളെ, മോഹൻലാലിന്റെ പവർ എന്താണെന്ന് അറിയണമെങ്കിൽ ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. ഈ സിനിമ റിലീസ് ചെയ്യുന്ന ദിവസം നിങ്ങൾ ചുമ്മാ ഒന്ന് ആ തിയേറ്ററിന് സൈഡിൽ കൂടെ ഒന്ന് നടന്നാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും ആരാണ് മോഹൻലാൽ എന്ന്. അതുകൊണ്ട് മോഹൻലാലിന് വിലയിടാൻ വരല്ലേ. മോഹൻലാലിന് വിലയിട്ട് കളഞ്ഞ് അങ്ങ് ഇല്ലാതാക്കാൻ പറ്റുമെന്ന് വല്ല ധാരണയുണ്ടെങ്കിൽ ഇവിടെ മോഹൻലാൽ ആരാധകർ ലാലേട്ടൻ ഇങ്ങനെ ചേർത്ത് പിടിക്കും. അതിനു മുമ്പിൽ മോനെ സംഘികളെ, നിങ്ങളുടെ ഈ വെടിയൊന്നും പോരാതെ വരും, മുട്ടി നിൽക്കാൻ പറ്റാതെ വരും. നീ പോ മോനെ ദിനേശ എന്നാണ് സത്യത്തിൽ മോഹൻലാൽ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പോകാതെ നിങ്ങളോട് പറഞ്ഞത്. അതുകൊണ്ട് ചാണകം ചവിട്ടിയില്ലെങ്കിൽ, സംഘി രാഷ്ട്രീയത്തിന് അനുകൂലമായി സംസാരിച്ചില്ലെങ്കിൽ അത്തരം നടന്മാരെയൊക്കെ ഇല്ലാതാക്കി കളയാം, അല്ലെങ്കിൽ അത്തരം നടന്മാരുടെ സിനിമകളൊക്കെ അങ്ങ് പൊട്ടിച്ച് കളയാം എന്ന ധാരണ ഏതെങ്കിലും ശാഖയിൽ നിന്ന് നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ, ഒരു നിർദ്ദേശമായിട്ട് തരുന്നുണ്ടെങ്കിൽ, ആ ശാഖയിൽ നിങ്ങൾക്ക് നിർദ്ദേശം തരുന്ന ആളോട് പറയണം ഈ നടന്റെ പേര് മോഹൻലാൽ എന്നാണെന്ന്. ഈ രാമക്ഷേത്രത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്താണ് അയോധ്യയിൽ കണ്ടതെന്ന് കുറെ നടന്മാർ കാര്യം ഒഴുകിയെത്തി കേട്ടോ. പക്ഷേ ഈ നടന്മാരുടെ രാഷ്ട്രീയം എന്താണെന്ന് നമ്മൾ നേരത്തെ തന്നെ പരിശോധിച്ചാൽ നമുക്കറിയാവുന്നതാണ്. കേന്ദ്ര സർക്കാർ എന്തെങ്കിലും പറഞ്ഞ ഇങ്ങനെ മൂടി നിൽക്കുന്ന കുറെ എന്താ പറയാ പ്രതികരണ ശേഷിയില്ലാത്ത, നിലപാടില്ലാത്ത കുറെ സംഘിക്കുട്ടന്മാർ. പക്ഷേ ആ ഗണത്തിലേക്ക് എന്തായാലും നമ്മുടെ മോഹൻലാലിനെയോ മമ്മൂട്ടിയെയോ അല്ലെങ്കിൽ പൃഥ്വിരാജിനെയോ ഒന്നും പെടുത്തരുത് കേട്ടോ. അവർക്കൊക്കെ നിലപാടുണ്ട്. തെമ്മാടിത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ തെമ്മാടിത്തരമാണ് എന്ന് തന്നെ പറയും. ഈ ഇന്ത്യ
ആരുടെയും തന്തയുടെ വകയല്ല എന്ന് പറയാനും യാതൊരു മടിയുമില്ല മലയാളത്തിലെ നട്ടലുള്ള ചില താരങ്ങൾക്ക്. അതുകൊണ്ട് ഈ നടന്മാരെയൊക്കെ നിങ്ങൾക്ക് തകർത്ത് കളയാം എന്ന വല്ല ധാരണയുമുണ്ടെങ്കിൽ കേരള ജനത അവരെ ചേർത്ത് പിടിക്കും. പിന്നെ ഇപ്പോൾ ഈ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കാണിച്ചു കൂട്ടുന്ന കാട്ടിക്കൂട്ടലുകളൊക്കെ എന്തിനു വേണ്ടിയാണെന്നൊക്കെ എല്ലാവർക്കും നന്നായി അറിയാം. പള്ളി പൊളിച്ചെടുത്ത് അമ്പലം പണിതിട്ട് ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണെന്ന് പറയുന്നതിനേക്കാൾ വലിയൊരു പ്രഹസനം വേറെയില്ല. ഈ രാമക്ഷേത്ര വിഷയവുമായി ബന്ധപ്പെട്ട് പല കലാകാരന്മാരും നടത്തിയ പ്രസ്താവനകൾ നമ്മൾ കണ്ടതാണ്. പലരുടെ ഉള്ളിലെയും സംഘി രാഷ്ട്രീയവും പലരുടെ ഉള്ളിലെയും വർഗീയതയും ഒക്കെ നമ്മൾ ശരിക്കും കണ്ട് മനസ്സിലാക്കിയതാണ്. നമ്മൾ കണ്ടതാണല്ലോ. ആദിപുരുഷൻ എന്ന് പറയുന്ന സിനിമ കാണാൻ വേണ്ടി ഹനുമാൻ വരുമെന്ന് പറഞ്ഞ് പ്രഖ്യാപിക്കുകയാണ്. ഏതൊരു കുറ്റിക്കാട്ടിലുള്ള തിയേറ്ററിൽ ഈ പറയുന്ന കുരങ്ങിന്റെ ശല്യമുണ്ട്. ഒരു കുരങ്ങ് അവിടെ നിന്ന് ഇങ്ങനെ ഓട്ട തുളച്ച് ഈ തിയേറ്ററിലേക്ക് ചാടാൻ വേണ്ടി നിൽക്കുകയാണ്. അതിന്റെ ഫോട്ടോ ഉടനെ എടുക്കുന്നു. മാത്രമല്ല ആ തിയേറ്ററിൽ നിന്ന് കുറെ സംഘികൾ അങ്ങ് വിളിച്ച് കൂവുകയാണ്. ജയ് ശ്രീറാം, ജയ് ഹനുമാൻ എന്നങ്ങ് വിളിച്ചു പറയുകയാണ്. അന്ന് പിന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഇത് പ്രചരിപ്പിക്കുകയാണ്. ഹനുമാൻ വന്ന് പടം കാണാനുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ഉള്ളിസുര ഒരു പോസ്റ്റ് ഇടുന്ന സാഹചര്യം ഉണ്ടായി. ഉള്ളി ഇട്ടേക്കാണ്. ഒരു ശ്രീരാമന്റെ ചിത്രത്തിന് അവിടെ 2 കുരങ്ങ് വന്ന് നിൽക്കുകയാണ്. കണ്ടില്ലേ? ശ്രീരാമനെ കാണാൻ വേണ്ടി കുരങ്ങ് വന്നു. അവിടെ പഴം വെച്ചേക്കുകയാണ്. ആ പഴം തിന്നാൻ വേണ്ടി വന്നതാണ്. അതിപ്പോ അവിടെ ഈ പറയുന്ന ശ്രീരാമന്റെ ഈ പറയുന്ന അവരുടെ പ്രതിമയില്ലെങ്കിലും കുരങ്ങ് പഴമല്ല, എന്തെങ്കിലും കഴിക്കുന്ന വസ്തുക്കൾ വെച്ചിട്ടുണ്ടെങ്കിൽ വന്ന് കഴിക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് വിഡ്ഢിത്തരം പറഞ്ഞ് ജനങ്ങളെ ഇങ്ങ് തെറ്റിദ്ധരിപ്പിക്കുക, പറ്റിക്കുക, ഇതൊക്കെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇത്തരക്കാരൊക്കെ ഈ പറയുന്ന സിനിമ എന്ന് പറയുന്ന കലയെ നശിപ്പിക്കാൻ വേണ്ടി, കേവലം രാഷ്ട്രീയത്തിന് വേണ്ടി, രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങളോടൊന്നേ പറയാനുള്ളൂ, മങ്കിയെ പഠിപ്പിച്ച് വേണമെങ്കിൽ ഡോക്ടറാക്കാം. പക്ഷേ സംഖ്യയെ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് വെറും തെറ്റിദ്ധാരണയാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്. ഒപ്പം മലൈക്കോട്ടെ വാലിബൻ എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കാണാൻ പോകാമെന്നാണ് ഞാനും വിചാരിച്ചിരുന്നത്. എന്തായാലും ഫസ്റ്റ് ഡേ തന്നെ എന്തായാലും ആ പടം കാണാം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ടും നിർത്തുകയാണ്.